ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരിയുള്ളൊരു ജീവിതം ഒത്തിരി വിലപ്പെട്ടതാണ്. സ്വന്തത്തിനും മറ്റുള്ളവർക്കും പരമാവധി നന്മ ചെയ്യാം. നന്മയുടെ ശോഭ കെടുത്തുന്ന തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാം. എന്ത് തോന്നുന്നു? ഇന്നത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ ഹാരിസ് മൗലവിയുടെ പുലരിവട്ടം മുതൽ അടുത്ത തിരുമൊഴികളിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ ഇനിയൊരു ചിന്തക്കുള്ള നമുക്കിന്ന് കിട്ടേണ്ട ക്യാപ്ഷൻ നമുക്ക് അയച്ചു തന്ന വഴിവിളക്കിൻ്റെ ഒരു വാക്കുകൾ കേട്ടപ്പോൾ നേരെ ഇത്രയുള്ളൂ. പക്ഷേ ഒത്തിരി സമയം ഒത്തിരി കാര്യം ഉപയോഗപ്പെടുത്തേണ്ടവർക്ക് അവന് കിട്ടാവുന്ന ജീവിതം തന്നെ മതി എന്നുള്ളതാണ്. ഇപ്പം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, അതുപോലെ തന്നെ നമ്മളൊക്കെ പർവ്വത സമാനരായിട്ടുള്ള പണ്ഡിതന്മാരെ നമ്മൾ കേൾക്കാറുണ്ട്. അവരിൽ പലരുടെയും പ്രായം വെച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ, ഇമാം നവവിയെ പോലുള്ള ആളുകളുടെ പ്രായങ്ങൾ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ പ്രായം ജീവിച്ച ആളുകളുണ്ട്. പക്ഷെ അവർ ഈ ലോകത്തേക്ക് നൽകിയ സംഭാവനകൾ നമ്മളൊന്നും ഒരു ആയുഷ്കാലം മുഴുവൻ പണിയെടുത്താലും കഴിയാത്തത്ര വിലപ്പെട്ട കനപ്പെട്ട സമ്മാനങ്ങൾ ഗ്രന്ഥങ്ങളിലൂടെ, അറിവുകളിലൂടെ ഇനി വരുന്ന ആളുകളിലേക്ക് അവർ സമ്മാനിച്ചിട്ടാണ് പോയത്. അപ്പം നമുക്ക് കിട്ടുന്ന സമയം എത്ര എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ മൂല്യം അത് വലുതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സമയം മുതലായി എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ സ്വന്തത്തിനും മറ്റുള്ളവർക്കും. ഇവിടെ ഇപ്പോൾ നമ്മളെ ചിന്തയിൽ നമ്മൾ വന്ന വിഷയം എന്ന് പറഞ്ഞാൽ സ്വന്തത്തിനെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെന്തായാലും ഇവിടെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നത് നമുക്ക് ശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ നമ്മളെക്കുറിച്ച് സംസാരിക്കാനോ, അത് മോശപ്പെട്ടല്ല കേട്ടോ, ബാഡായിട്ടല്ല, നമ്മളെക്കുറിച്ച് നന്നായി സംസാരിക്കുന്ന, നല്ലത് സംസാരിക്കുന്ന കുറച്ച് ആളുകൾ അവിടെ വെച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യമല്ലേ. അപ്പോൾ എപ്പോഴാണ് നമുക്കത് അവസാനിക്കുക, നമ്മുടെ ഈ ഒരു പോക്ക് എവിടെയാണ് അവസാനിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എവിടെ അവസാനിച്ചാലും അദ്ദേഹം ആ ചെയ്തത്, അല്ലെങ്കിൽ ആ തന്നത്, അല്ല ആ പറഞ്ഞു തന്നത്, ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിവിടെ എത്തുമായിരുന്നില്ല എന്ന് പറഞ്ഞ എത്ര മനുഷ്യന്മാരുണ്ട്. നമ്മുടെ മയ്യത്ത് കട്ടിലിങ്ങനെ കിടക്കുമ്പോഴേ നമ്മളേതായാലും ഇപ്പോൾ ഒന്നും അറിയണില്ല. പക്ഷേ ആ ഒരു മയ്യത്തിന് ചുറ്റും നമ്മളറിയാത്തൊരുപാട് മുഖങ്ങൾ അവിടെ ഉണ്ടാവാം തന്നെ. നമ്മുടെ കുടുംബങ്ങൾക്കൊന്നും സുപരിചിതമല്ലാത്ത ഒരുപാട് മുഖങ്ങൾ ആ മയ്യത്തിന് ചുറ്റും ഉണ്ടാവാം. അപ്പോൾ അവർ ഈ ഒരു മരണവാർത്ത അറിഞ്ഞുകൊണ്ട് വന്ന് അവരുടെ മനസ്സിലെന്താ വെച്ചാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടാൻ ഒരു പക്ഷേ ഈ വ്യക്തിയായിരിക്കും, നമ്മളായിരിക്കും കാരണക്കാരൻ. ഞാൻ ആദ്യമായിട്ട് നിസ്കരിക്കാൻ പഠിച്ചത് ഈ വ്യക്തിയിലൂടെയാണ്. ഞാൻ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ എങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും, ഞാൻ ആദ്യമായിട്ട് താടി വെച്ചത് ഈ ഒരു മനുഷ്യൻ്റെ. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അതാണ് എനിക്കത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആ ഒരു നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മൾ കാരണം ഒരാൾ നന്മയിലേക്ക് വന്നു എന്നുള്ളത് ഒരു നമ്മൾ സ്വയം നന്നാകൽ മാത്രമല്ലല്ലോ ഇപ്പോൾ ഇന്നത്തെ വഴിവിളക്കിലൂടെ കിട്ടേണ്ടത്. അപ്പം ഇടക്കിടക്ക് ഉദ്ധരിക്കുന്ന നമ്മളെ ഒരാദർശ സുഹൃത്താണ് ജാബിർ. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിനപ്പുറം വളരെ കുറഞ്ഞ പ്രായത്തിൽ ഒരു 45-ൻ്റെ ഉള്ളിൽ മരണപ്പെട്ടു പോയി അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഇതേപോലെ ആദർശ സുഹൃത്തുക്കളായിട്ടുള്ള ഫഹമിയെ പോലുള്ള ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്. സിറാജ് ഇങ്ങനെ. ഇവിടെ ജാബിർ ഖാൻ്റെ മയ്യത്ത് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് കൊണ്ടുപോരുന്ന സമയം ആംബുലൻസിൽ കയറ്റി അങ്ങോട്ട് അവിടെ നിന്ന് നിസ്കാരവും കാര്യമൊക്കെ അവിടെ നിന്ന് ഒരു എനിക്ക് തോന്നുന്നത് ഏകദേശം 1000-ന് പുറത്തുള്ള ആളുകൾ അവിടെ കൂടി നിസ്കരിച്ച് അദ്ദേഹത്തിന് വേണ്ടി നിസ്കാരം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൻ്റെ പള്ളിയിൽ തന്നെ നിസ്കരിച്ച് കഴിഞ്ഞ് തിരിച്ച് ആംബുലൻസിൽ കയറ്റി ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ വാതിൽ വന്ന് മുട്ടി. ആംബുലൻസിൻ്റെ ബാക്കിൽ ഒരു കഥ പറയല്ല, ഇപ്പോഴും നമ്മൾ കണ്ണിൽ ഇങ്ങനെ കാണാണ് ഈ സംഭവം. എന്താ പറയുക, അയാൾ വന്നൊരു ചെറുപ്പക്കാരൻ ഓടി വന്ന് വാതിൽ വന്ന് മുട്ടി, തുറക്കുന്നുണ്ട്, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇത് പിന്നെ അദ്ദേഹത്തെ കഫൻ ചെയ്ത് മൂടി ഭദ്രമാക്കി പോരാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ മൊബൈൽ മോർച്ചറിയിൽ. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഏതായാലും തുറന്നു കൊടുത്തു.
ഓടി വന്നിട്ട് അപ്പം തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ട് എൻ്റെ കൂടെ, അതെ ജാബിർ ഖാൻ്റെ ജ്യേഷ്ഠനുണ്ട്, ഞാനും ഉണ്ട് വണ്ടിയിൽ. കണ്ണീര് ഇദ്ദേഹത്തിന് പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ഇടയുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ഈ കിടക്കണത് ആരാനമുക്കറിയോ, എനിക്ക് ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഞാൻ 24 മണിക്കൂർ അധിക സമയം ഞാൻ ലഹരിയിലായിരുന്നു. എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞു തന്നൊരു എന്നെ ഈ വഴിക്ക് എന്നെ കൊണ്ടുവന്ന മനുഷ്യനാണ് ഈ കിടക്കുന്നത്. എന്നിട്ട് പിന്നെ ജാബിർക്കാക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയും ആ വണ്ടിയിൽ നിന്ന് പിന്നെ നമ്മളുണ്ടല്ലോ, നമുക്കത് മതി സത്യം പറഞ്ഞാൽ. വല്ലാത്തൊരു അത് കുറഞ്ഞ സമയമാണ് നമ്മൾ ജീവിച്ചതെങ്കിലും പിന്നെ പല ആളുകൾക്കും ആ ഒരു വെളിച്ചം എത്തിക്കാൻ കഴിഞ്ഞു. പറഞ്ഞു മുഴിപ്പിക്കാൻ കഴിയുന്നില്ല എന്നെ കൊണ്ട്. അത് അത്രത്തോളം നമുക്ക് പിന്നെ ഒരു ഉപകാരം. നമ്മൾ തുടങ്ങുന്നത് തന്നെ അതാണ്, എന്തിനാണ് തുടങ്ങി. ഇപ്പം വലിയ വട്ടത്തിൽ നമ്മൾ തുടങ്ങിയല്ലോ. അപ്പോൾ അതാണ്, എന്തിനാണ് ഈ കൂട്ടായ്മ, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ ഓടി നടക്കുന്നത്, ഇത് മതി. അയാൾ പറയണേ, എനിക്ക് വെളിച്ചം കാണിച്ചെന്ന മനുഷ്യനാണ് ഈ കിടക്കണം കേട്ടോ എന്നാണ്. റസൂലിൻ്റെ ഒരു അലി റളിയല്ലാഹുവിനോട് പറയണ വല്ലാത്തൊരു വാക്കുണ്ട്. ലോകത്ത് അന്നത്തെ സമയത്ത് ഭൗതികമായിട്ട് കിട്ടാവുന്ന പിന്നെ ഏറ്റവും വലിയ സമ്പത്ത് കാരണം ചുവന്ന ഒട്ടകങ്ങളായിരുന്നു. ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നിനക്ക് കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഉപകാരമാകും നെയ്യ് വഴി ഒരു മനുഷ്യന് ഹിദായത്തിലേക്ക് വന്നാൽ. അത് ആരോടാ പറയണം? അലി റളിയല്ലാഹുവിനോട് പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് മതി സത്യം പറഞ്ഞാൽ. അപ്പം നമ്മൾ കുറച്ച് കാലേ ജീവിച്ചിട്ടുള്ളെങ്കിലും നമ്മുടെ നന്മകൾ കിട്ടുന്ന, നമ്മളെക്കൊണ്ട് നന്മയിലായ ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി ഭൂമി ലോകത്ത് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന, നമ്മൾ മനസ്സിലോർത്ത് വെക്കേണ്ടുന്ന, നമ്മളെപ്പോഴും അണയാതെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു ചിന്തയായി ഇത് നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനൊരു വീട്ടമ്മയല്ലേ, എനിക്കിപ്പോൾ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതുപോലെ കിടപ്പിലായ ഒരുപാട് രോഗികൾ നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കണ്ടോ, ഞാനിപ്പോൾ ഈ കിടപ്പിൽ ഈ രോഗശൈലി കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഇങ്ങനെ ഞാൻ കാരണം ഒരാളെ ദീനിലേക്ക് ക്ഷണിക്കാനോ ഒരു വെളിച്ചം കൊടുക്കാനോ കഴിയുമോ? അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് എന്താ പറയാനുള്ളത്? അല്ല, ഇതിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പണ്ട് പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 10 കൊല്ലത്തിന് മുമ്പൊക്കെ ഇതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. ഇപ്പം നമുക്കൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഈ കുടുംബ സദസ്സുകളോ അല്ലെങ്കിൽ കല്യാണങ്ങളോ സൽക്കാരങ്ങൾക്കോ പോകുന്ന സമയത്ത് എന്തായാലും നമ്മൾ മൊബൈലില്ലാതെ പോകില്ല. ആ മൊബൈൽ കൈപിടിച്ച് പിന്നെ ഒന്നുകിൽ ഏതെങ്കിലും ഒരു കാര്യം, ഒരു മെസ്സേജോ ഒരു വീഡിയോ അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യണേ എന്ന് പറയാത്തൊരു സന്ദർഭം നമുക്ക് ഉണ്ടാവാറില്ല. ഈ സമയത്ത് നിൻ്റെ ഫോണിൽ പീസ് റേഡിയോ ഉണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. ആ ചോദ്യം ചിലപ്പം നമ്മളാരോടാണോ ചോദിക്കുന്നത് അവരാകൂല ചിലപ്പോൾ അത് കേൾക്കുക, തൊട്ടപ്പുറത്തുള്ള ആരായിരിക്കും കേൾക്കുക. അദ്ദേഹം പീസ് റേഡിയോ എന്നുള്ള സാധനം കുറിച്ച് കേൾക്കുന്ന ആദ്യമായിരിക്കും. അവിടെ നമ്മളെ സംസാരം കേൾക്കുന്നുണ്ടാവും. അതെന്താ പീസ് റേഡിയോ? അതിൽ നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. ചില കുടുംബകാര്യങ്ങളോ മറ്റൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, കൗൺസിലുകൾ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക. ഇവരിത് കേൾക്കുമ്പോൾ ഇത് പിന്നെ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ആ റേഡിയോയിലൂടെ പിന്നെ കിട്ടുന്ന എത്രയോ ആളുകൾ ഫീഡ്ബാക്കിൽ നമ്മൾ കേൾക്കാറില്ലേ? റേഡിയോ കേട്ട് തുടങ്ങിയതിന് ശേഷം അൽഹംദുലില്ലാഹ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് മാറ്റാറായി, ഇത് ശീലിക്കാനായി, അതുപോലെ തന്നെ ആ ഒരു സമാധാനം എനിക്ക് കിട്ടി എന്ന് പറയും. അതുപോലെ ഇപ്പോൾ റേഡിയോ മതി. സത്യം പറഞ്ഞാൽ ഞാൻ റേഡിയോ എല്ലാത്തിനും പരിഹാരമാണ് എന്നുള്ളതല്ല ഞാൻ പറയണത്. പക്ഷെ പലതിനും റേഡിയോ പരിഹാരമാണ്. ഒരാൾക്കൊരു ദഅവത്ത് എത്തിച്ചു കൊടുക്കാൻ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആയുധമായിട്ട് നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് റേഡിയോ. പണ്ടൊക്കെ നമ്മൾ ലഘുലേഖകളായിട്ടും CD ആയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ വീടുകളൊക്കെ കയറി അങ്ങനെ സംവിധാനം. ഇതതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരെ ഇതിൻ്റെ ഈ ഒരു ആപ്പിൻ്റെ ഒരു കാര്യം ഒന്ന് അയച്ചു കൊടുത്ത, ഒരു ഫോർമാറ്റ് എടുത്ത് അയച്ചു കൊടുത്താൽ മാത്രം മതി. അതല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ കൈമാറ്റം ചെയ്താൽ മതി. എത്രയോ ആളുകൾ കിടപ്പിലാണ് രോഗികളൊക്കെ ഇഷ്ടം പോലെ, അവർക്കൊക്കെ പീസ് റേഡിയോ. ഇപ്പം ഞാൻ പിന്നെ ഒരാളെ ഇപ്പോൾ ഞാൻ പറയണത് നമ്മളൊരു കിടപ്പിലായ രോഗിനോടാണ്. ഇപ്പോൾ ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ അവർ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന സമയത്താവട്ടെ നമ്മൾ ഒരുപാട് രോഗികൾക്കിടയിലായിരിക്കും ഇരിക്കുക. അതെ. അപ്പോൾ നമ്മൾ അവരോടൊക്കെ ഈ അസുഖവിവരങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ നമ്മുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യവും
അതേപോലെ തന്നെ ജീവിതത്തിൽ കുറച്ച് പ്രതീക്ഷകളൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മുടെ പീസ് റേഡിയോ. അപ്പോൾ അവരോടൊക്കെ ഒഴിഞ്ഞിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഈ ദാവ ഫോർ പിന്നെ കിടപ്പിലായ രോഗികൾക്കുള്ള ദാവയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ രോഗികൾ പരസ്പരം മറ്റുള്ള രോഗികളെ കണ്ടുമുട്ടുമ്പോഴും അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് പരസ്പരം അവരോട് ഷെയർ ചെയ്യാൻ പറ്റിയതാണ് നമ്മൾ പീസ് റേഡിയോ. അതേപോലെ തന്നെ പീസ് ഖുർആൻ റേഡിയോ, ഇതൊക്കെ വിശുദ്ധ ഖുർആന് ശരിക്കും പറഞ്ഞാൽ ഖുർആൻ റേഡിയോയിലൂടെയൊക്കെ കിട്ടുന്നത് ഖുർആൻ പിന്നെ മനഃപ്പാടമാക്കുക, കേൾക്കുക, തജ്വീദ് നന്നാക്കുക, അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പുലരിവട്ടത്തിൽ കിട്ടുന്ന ഒരു എനർജി, പിന്നീട് കിട്ടുന്ന തിരുമൊഴികളിലൂടെ കിട്ടുന്ന, ഇതൊക്കെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്.